പശ്ചിമേഷ്യയിൽ യുദ്ധം സംഹാരതാണ്ഡവമാടുമ്പോഴും ലോകരാജ്യങ്ങളുടെ കപ്പലുകൾ ഭീതിയോടെ സഞ്ചരിക്കുമ്പോഴും ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് രാജകീയ യാത്ര. പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ നൽകിയ കരുതലിനും സൗഹൃദത്തിനും കൃതജ്ഞതയോടെ വഴിമാറി തരികയാണ് ഇറാൻ. ഇന്ത്യയിലേക്കുള്ള 2 ദ്രവീകൃത പെട്രോളിയം അഥവാ LPG ടാങ്കറുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ പ്രത്യേക അനുമതി നൽകി. സംഘർഷഭരിതമായ സാഹചര്യങ്ങൾക്കിടയിലും ഇന്ത്യയെ ഒരു ഉത്തമ സുഹൃത്തായി കണ്ടുകൊണ്ട് സുരക്ഷിതമായ യാത്ര ഒരുക്കുമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി വ്യക്തമാക്കി. ഇറാൻ സ്ഥാനപതിയുടെ ഈ ഉറപ്പ് ലഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിൽ പ്രത്യേക സുരക്ഷയോടെയുള്ള യാത്രാനുമതി ലഭിച്ചു കഴിഞ്ഞു. ഇതിനു പിന്നിൽ ഇന്ത്യ നടത്തിയ ചില സുപ്രധാന ഇടപെടലുകളുണ്ട്. അടുത്തിടെ ഇറാൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ IRIS ഡേന കടലിൽ തകർന്നപ്പോൾ, ശ്രീലങ്കൻ തീരത്ത് തകർന്നപ്പോൾ നാവികരെ രക്ഷിക്കാൻ ഇന്ത്യ അടിയന്തരമായി അയച്ചത് INS ഈക്ഷക്, INS തരംഗിണി എന്നീ കപ്പലുകളായിരുന്നു. ഇന്ത്യയുടെ പടക്കപ്പലുകളായിരുന്നു. ഇന്ത്യൻ നാവികസേന അന്ന് നടത്തിയ ആ രക്ഷാപ്രവർത്തനം ഇറാന് നൽകിയ ആശ്വാസം ചെറുതല്ല. ഇതിനു പുറമെ മറ്റൊരു ഇറാൻ യുദ്ധക്കപ്പലായിട്ടുള്ള IRIS ലവാന് കൊച്ചിയിൽ നങ്കൂരമിടാൻ ഇന്ത്യ അനുമതി നൽകുകയും അതിലെ നാവികർക്ക് സുരക്ഷിതമായ അഭയമൊരുക്കുകയും ചെയ്തു. ആ മാനുഷിക ഇടപെടലുകൾക്കുള്ള ഇറാന്റെ മറുപടിയാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ നമ്മൾ കാണുന്നത്. നിലവിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ കാരണം പേർഷ്യൻ ഗൾഫിനെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ ഇടനാഴി അതുവഴിയുള്ള കപ്പൽ ഗതാഗതം കടുത്ത പ്രതിസന്ധിയിലാണ്. കപ്പൽ നീക്കങ്ങൾ കർശന നിരീക്ഷണത്തിലായ ഈ മേഖലയിലാണ് LPG ടാങ്കറുകൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ കടന്നുപോകാൻ ഇറാൻ ഇന്ത്യക്ക് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. രാജ്യത്തെ ഊർജ്ജ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തീരുമാനം വലിയൊരു നേട്ടം തന്നെയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ഇന്ത്യ നൽകിയ മാനുഷിക പരിഗണനകൾ ഒരിക്കലും വൃഥാവിലാകില്ല എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ആഗോളതലത്തിൽ ഇന്ത്യ പിന്തുടരുന്ന സ്വാതന്ത്ര്യവും മാനുഷികവുമായ വിദേശ നയത്തിന്റെ ഒരു വിജയം കൂടിയാണത്. സൗഹൃദങ്ങൾ എങ്ങനെയാണ് രാജ്യത്തിന്റെ തന്ത്രപരമായ നേട്ടങ്ങളായി മാറുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ ഇന്ത്യ ഇറാൻ ബന്ധം മാറുകയാണ്.